അതേപോലെ ചില സ്ത്രീകൾ ചോദിക്കുന്നൊരു ചോദ്യം, ചിലപ്പോ നോമ്പില് ഉംറക്ക് വേണ്ടി പോയിട്ടുണ്ടാവും, നോമ്പില് ഉംറക്ക് വേണ്ടി പോയിട്ടുണ്ടാവും. അപ്പൊ നോമ്പില് ആകെ ഒരു 10 ദിവസത്തെ നോമ്പ് മക്കത്ത് കിട്ടും, അല്ലെങ്കിൽ മദീനത്ത് കിട്ടും. നമുക്കറിയാം മക്കത്ത് ഒരു നിസ്കാരത്തിന്റെ കൂലി എത്രയാ? ഇവിടെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിന്റെ കൂലി അവിടെ നിസ്കരിച്ചാൽ 1,00,000 കൂലിയാണ്, എല്ലാ നന്മക്കും, അല്ലെ? 1,00,000 കൂലി. അപ്പൊ ഒരു നോമ്പെടുത്ത എത്ര കൂലി? 1,00,000 നോമ്പെടുത്ത കൂലിയാണ്. അപ്പൊ ഒരു സ്ത്രീ എന്ത് ചെയ്തു? എന്തായാലും മക്കത്ത് എത്തിയതല്ലേ, ഇവിടെ ഒരു നോമ്പ് കിട്ടിയാൽ ഇതൊരു ഭാഗ്യല്ലേ, മക്കത്ത് വെച്ച് ഇത്രയും കൂലി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? ഹൈദ് ഇല്ലാകാതിരിക്കാൻ ഗുളിക കുടിച്ചു. ഹൈദ് ഒഴിവാക്കാൻ വേണ്ടി ഗുളിക കുടിച്ചു. ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? പാടില്ലാത്തതാണ്. മുഹക്കിങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു അത് പാടില്ലാത്തതാണ്. കാരണം ഈ ഹൈദ് എന്നുള്ളത് അത് അള്ളാഹ്ക്ക് അറിയുന്നതാണ്. നിങ്ങൾ എത്ര അമൽ ചെയ്താലും കൂലി തരേണ്ടതും അള്ളാഹുവാണ്, അത് കബൂൽ ചെയ്യേണ്ടതും അള്ളാഹുവാണ്. അപ്പോൾ ഗുളിക കുടിക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു ഈ ഉമ്മത്തിന് രേഖപ്പെടുത്തിയ കാര്യമാണ്. അതങ്ങനെ സംഭവിക്കും. അതിന്റെ കൂലി അത് അള്ളാഹു നൽകുന്നതാണ്. കാരണം അള്ളാഹു നിർബന്ധിപ്പിക്കുന്നില്ലല്ലോ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അപ്പൊ അത് ചെയ്യേണ്ടതില്ല, അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. കാരണം അതിലൂടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം.